നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രോട്ടോകോളൊന്നും നോക്കണ്ട. VIP പരിഗണന ഉള്ളവർക്ക് നമ്മൾ അതുപോലെ ട്രീറ്റ് ചെയ്യണം. എടോ ചുമ്മാ മുക്കാചക്രം ഓട്ടിക്കുന്ന കള്ളനോ പിടിച്ചുപറിക്കാരനൊന്നും അല്ല ഈ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്നേ. നമ്മുടെ ജില്ലാ കളക്ടർ പ്രാണനാ. അക്കാര്യം നമ്മൾ മറക്കരുത്. സുസ്മിത അകത്തായപ്പോ അങ്ങനെയുള്ള വരവൊക്കെ നിലച്ചില്ലേ. പിന്നെ അവളുടെ കേസിന് വേണ്ടി കുറച്ച് കാശ് പിടിച്ചു. ചിറ്റപ്പനല്ലേ, ഉടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അവള് തിരിച്ചിറങ്ങിയാലേ ഈ പോയ പണമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഉടനെങ്ങാനും സുസ്മിത ഇറങ്ങോ? ആ, അണ്ടർഗ്രൗണ്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചാളായി. പിന്നെ ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അവളെ കാര്യം, ആരെങ്കിലും കൈയും കാലും പിടിച്ച് എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ നോക്കുമ്പോ പിച്ചിന്ന് മാന്തിന്ന് പറഞ്ഞ് ജയിൽ വാർഡന്മാരുടെ ഫോൺ വരും. അവളെ ഇട്ടേക്കുന്ന ജയിലില് ഇപ്പം ജോലി ചെയ്യാൻ വാർഡന്മാര് തയ്യാറല്ലത്രേ. ജനിപ്പിച്ച് അപ്പന് വിളിക്കുന്നോടി. നിന്റെ തെയ്യം കളി പുറത്തെടുക്കാൻ നോക്കിയല്ലേ? ഇതൊരൽപ്പം വേറെ ആയിട്ടോ. ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ, കേട്ടോടി. ആ, അവളുണ്ടായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ പണി എന്നേ തീർന്നേനെ. കാത്തിരിക്കാം. ആ മുതല ജയിലിൽ നിന്നിറങ്ങിയ ഇവിടെ ഒരു പടവെട്ട് തന്നെ നടക്കും. ചിറ്റപ്പൻ പേടിക്കണ്ട. ചെയ്യുന്ന പണിക്ക് വരമ്പത്തല്ല കൂലി, സ്പോട്ടിൽ അക്കൗണ്ടിലെ കാശ് വീഴും. വിഷ്ണു മരിച്ചെന്നുറപ്പിക്കുന്ന ആ നിമിഷം തന്നെ എന്ത് വീഴും? കാര്യം നടന്ന ചിറ്റപ്പന്റെ വീട് പണിക്കുള്ള മുഴുവൻ കാശും വീഴുമെന്നതിനെ കൂട്ടിക്കോ. എങ്കിൽ പിന്നെ ചരമകോളത്തിൽ കൊടുക്കാനുള്ള വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ കൂടി വാങ്ങി കയ്യിൽ വെച്ചോ. പിന്നെ കണ്ണുനീരിൽ കുതിർന്ന കുടുംബാംഗങ്ങളെന്ന് കൂടി വെക്കുമ്പോ ശാലിനിയുടെ പേര് എടുത്തു തന്നെ വെക്കണം. എടി, അവന്റെ ബോഡി പിടിച്ച് ഇടിച്ച് നിലവിളിച്ച് കരയാൻ അവള് മാത്രമേ കാണൂ. ആ ഒരു നന്ദി നമ്മൾ അവളോട് കാണിക്കണം. ചിറ്റപ്പൻ തീർത്തോ ചിറ്റപ്പ അവനെ? സുസ്മിത ജയിലിൽ നിന്നിറങ്ങുമ്പോ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഈ വാർത്ത കാണിക്കണം. ചത്ത് മലച്ചു കിടക്കുന്ന അവന്റെ ഒരു ഫോട്ടോയും എടുത്ത് വെക്കണം. അവളങ്ങ് സന്തോഷിച്ചോട്ടെ. പിന്നെ ശാലിനിയുടെ കാര്യം അത് സുസ്മിത നോക്കിക്കോളൂ. വിജയ, എടാ വിഷ്ണു സാറിന് ഒരു കസേരയിട്ട് കൊടുക്കാത്തെന്താ? പ്രോട്ടോകോളൊന്നും നോക്കണ്ട. VIP പരിഗണന ഉള്ളവർക്ക് നമ്മൾ അതുപോലെ ട്രീറ്റ് ചെയ്യണം. എടോ ചുമ്മാ മുക്കാചക്രം ഓട്ടിക്കുന്ന കള്ളനോ പിടിച്ചുപറിക്കാരനൊന്നും അല്ല ഈ ലോക്കപ്പിനുള്ളിൽ കിടക്കുന്നേ. നമ്മുടെ ജില്ലാ കളക്ടർ പ്രാണനാ. അക്കാര്യം നമ്മൾ മറക്കരുത്. ഇല്ല സാർ. മറന്നാ കളക്ടർ കോപിക്കും. കളക്ടർ കോപിച്ച എന്താ സംഭവിക്കാന്ന് തനിക്കറിയാലോ. ACP മൂപ്പിച്ചോണ്ട് വരികയാണല്ലോ. എന്തോ പ്ലാനാണ്. എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിച്ച് എനിക്കിട്ട് പണി വെക്കാനുള്ള പണിയാ. വരട്ടെ, ഇതെവിടം വരെ പോവും നോക്കാം. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്ന പോലെ തൽക്കാലം ആട്ടം കണ്ട് കാത്തിരിക്കാം. തുറക്കടോ. ഇങ്ങോട്ട് ഇറങ്ങി വാടോ. അനിയ, കാര്യം ഞാൻ ഒരു പോലീസുകാരനാ. ഈ പോലീസുകാർക്ക് ഒരു കാര്യമുണ്ട്, സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതാ ഈ നമ്മൾ തമ്മിൽ പറഞ്ഞതും പറയിപ്പിച്ചതും അവിടെ നിൽക്കട്ടെ. ഇന്ന് മുതൽ ഈ സെല്ലിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തന്നിരിക്കും. ഇതേ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. സ്വയം എടുത്ത തീരുമാനമാണോ? ഭഗവാനെ, ചന്ദ്രബോസ് സാർ നന്നായോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ വിജയ സാർ, ഒരു മനുഷ്യനെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണോ? അത് പിന്നെ വൈകുന്നേരമായ 2 അടിക്കണം. ശേ, ഒന്ന് പോടോ. അതൊന്നും അല്ലടോ. നല്ല ഭക്ഷണം.
നമുക്ക് കിടക്കാൻ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം. ആ, ആ. ഇത് രണ്ടും മസ്റ്റാണോ? ആ അത് ശരിയാ സാറേ. നല്ല ഉറക്കം കിട്ടണമെങ്കിൽ എനിക്ക് ബെഡ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നൈറ്റ് ഡ്യൂട്ടി മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. ആ അതാ. ആ അനിയ, ലോക്കപ്പിനകത്തെ ഒരു പാ മാത്രമാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. ബെഡ് അത് അലൗഡല്ല. പിന്നെ കൊതുകടി ഇല്ലാതെ ലോക്കപ്പും ഇല്ല. പിന്നെ എനിക്കിവിടെ ചെയ്തു തരാൻ പറ്റുന്നത് കൊതുകിനെ ഓടിക്കാൻ ഒരു കൊതുകുതിരി തരാൻ പറ്റും. ഒരെണ്ണം എടുക്കാൻ ഉണ്ടാവില്ലടോ. ഒപ്പിക്കാം സാർ. ആ എന്നിട്ട് താൻ കത്തിച്ചു കൊടുക്കണം. തീപ്പെട്ടി കൈ കൊടുക്കണ്ട. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിലേ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ടാ. അഭിനയിച്ച് തകർക്കുകയാണല്ലോ ACP. എന്താണ് ലക്ഷ്യമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു നാടകം ACP കളിക്കില്ല. ആ മധുശ്രീ വന്നു പോയതിനു ശേഷം ACP കളം മാറ്റി കളിക്കുന്നേ. ഒരപകടം എന്തായാലും പ്രതീക്ഷിക്കണം. അമ്മാതിരി അഭിനയ കാണിക്കുന്നേ. അനിയ, താമസത്തിനെ നമുക്കിപ്പോ ഇവിടുത്തെ സൗകര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ഭക്ഷണം അത് ഞാൻ രുചിയോടെ കൊണ്ടുവന്ന് തരാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ? എടോ, ഞാനൊരു ക്രൂരനായ പോലീസുകാരനാണെങ്കിലും എന്റെ കയ്യിൽ കുറച്ച് നന്മയുണ്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നാളെ ചിലപ്പോ ഞാനിങ്ങനെ ആവണമെന്നില്ല. വിജയ സാർ പറഞ്ഞ പോലെ വിഷ്ണുവിന് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന്, അതിന് ആരുടെ വീട്ടിൽ നിന്നാണെങ്കിലും നമുക്കിപ്പോ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറയണം. അത് പറയാം സാർ. അനിയ, ചില കാര്യങ്ങൾക്ക് നമ്മൾ പോലീസുകാർ കാണിക്കുന്ന കർക്കശ സ്വഭാവം ഉണ്ടല്ലോ, അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കും. ഈ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ കൈക്കരുത്തുകൊണ്ടാണ് പറഞ്ഞു തീർക്കുന്നത്. എന്നാൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഈ കഞ്ചാവ് വിൽക്കുന്നവൻ വീണ്ടും വീണ്ടും കഞ്ചാവ് വിട്ടുകൊണ്ടിരിക്കും. പെണ്ണും പിള്ളയെ തല്ലുന്നവൻ പിന്നെയും പെണ്ണുപിള്ളയെ തല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെടുത്ത പണി വേസ്റ്റ് ആയില്ലേ? എന്നാൽ ഇത് വല്ലാത്തൊരു മാറ്റമാണല്ലോ. വല്ല അച്ചമ്പട്ടത്തിനും പോയി ചേരുവോ? ഞാൻ ഈ പറയുന്നതൊക്കെ നീ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. ഞാൻ കാണിക്കുന്നതൊക്കെ ഒരു ഡ്രാമയാണെന്നുള്ള ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളതെന്നും എനിക്കറിയാം. നീ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല. ഞാനീ പറഞ്ഞേക്കെ മനസ്സിൽ തട്ടി പറഞ്ഞാടാ സത്യം. അതുപോലെ കളക്ടർ മനസ്സിൽ ജീവനായി കൊണ്ടുനടക്കുന്ന ഒരാൾക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് എന്നെ പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാണോ? ഞാൻ ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയോട് കാണിക്കുന്ന, എന്റെ ഈ കുപ്പായത്തോട് കാണിക്കുന്ന ഒരു മര്യാദകേടാവും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ നിനക്ക് ഭക്ഷണം എവിടുന്നാ വേണ്ടത് പറഞ്ഞാൽ മതി. അവര് വിളിച്ച് പറഞ്ഞോളൂ. ഓക്കെ? എടോ, കുടിക്കാൻ വെള്ളമോ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം. വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു പ്രോട്ടോകോളും നോക്കണ്ട. മനസ്സിലായല്ലോ? ഓക്കെ സാർ. അപ്പോ ഓക്കെ. ഇത് എന്തുകൂടെ കേൾക്കുന്നത്? ACP സാർ മൊത്തത്തിലങ്ങ് മാറിപ്പോയല്ലോ. ആ അതെ. ആ മുകളിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതായിരിക്കും അല്ലേ? എനിക്ക് വേണ്ടി മുകളിൽ എന്ന് പറയാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എന്റെ കഷ്ടകാലത്തിന് ഈശ്വരന് ഫോണും ഇല്ല. അല്ലെങ്കിൽ സാറിന്റെ മൂടങ്ങ് മാറിയനെ. ആര് മാറിയാലും ഞാൻ മാറുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.